നമസ്കാരം. നമ്മൾ ഈ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ പഴയ ആളുകൾ, പുതിയ ആളുകൾ എന്നിങ്ങനെ നമ്മൾ വേർതിരിച്ച് പറയാറുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പ്രായം ചെന്ന ആളുകളൊക്കെ പഴയ ആളുകൾ, പ്രായമില്ലാത്തവരൊക്കെ പുതിയ ആളുകൾ എന്നാണ്. പക്ഷെ അങ്ങനെയാണോ? തീർച്ചയായിട്ടും അല്ല. മറിച്ച് പഴയ മൂല്യബോധങ്ങൾ ഇപ്പോഴും പേറി നടക്കുന്നവരാണ് പഴയ ആളുകൾ. അത് പ്രായം കൊണ്ട് ചെറുപ്പമുള്ള ആളുകളും ആ കൂട്ടത്തിൽപ്പെടും. എന്നാൽ പുതിയ ജനാധിപത്യ കാഴ്ചപ്പാടുകൾ, ആധുനിക ചിന്തകൾ, പ്രായം കൊണ്ട് പഴയ ആളുകൾ അത് പ്രകടിപ്പിക്കുമ്പോൾ അവരെ നാം പുതിയ ആളുകൾ എന്ന് പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പാദപൂജ എന്ന് നമ്മളിപ്പോൾ വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണല്ലോ. പുതിയ ആളുകൾ, അതായത് പ്രായം കൊണ്ട് നാം പറയുന്ന പുതിയ ആളുകളും ഈ പാദപൂജ എന്ന് പറയുന്ന ഒരു വഴിയിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ പഴയ ആളുകളാണ്. അത് ഒരു പഴയ മൂല്യബോധമാണ്. ഇപ്പോൾ നമുക്ക് ഒരു അധ്യാപകനോ ആരോ ആവട്ടെ, അവരിങ്ങനെ ഒരു വലിയ സിംഹാസനത്തിൽ രാജകീയമായിട്ട് ഇരിക്കുക, കുട്ടികളൊക്കെ അവരുടെ കാല് കഴുകുക, ഇതൊക്കെ പഴയ മൂല്യബോധമാണ്. നമുക്കതല്ല പുതിയ കാലഘട്ടത്തിൽ ആവശ്യം. പരസ്പര ബഹുമാനമാണ്. നമുക്ക് ഇപ്പോൾ പുതിയ കുട്ടികൾ നമ്മേക്കാൾ ഒരുപാട് കാര്യങ്ങളിൽ, പുതിയ സാങ്കേതിക വിദ്യകളിലൊക്കെ അറിവുള്ളവരാണ്. ഒരു പുതിയ കുട്ടിയെ നാം അങ്ങോട്ടും ബഹുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ആരുടെയാണ് പാദം കഴുകേണ്ടത്? ഈ പാദം കഴുകുക എന്നൊക്കെ പറയുന്നത് ഒരു അടിയാളരാക്കി വയ്ക്കുക, കീഴേ തട്ടിൽ നിർത്തുക എന്നൊക്കെയുള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് അധികാരത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ ആളുകൾ എന്ന് നാം പ്രായം കൊണ്ട് വിചാരിക്കുന്നവരൊക്കെ പഴമയുടെ മൂല്യങ്ങൾ പേറി, പാരമ്പര്യത്തിൻ്റെ നാം എടുത്ത് പുതിയ ആധുനിക ലോകത്തെടുത്ത് കളയേണ്ട മൂല്യങ്ങൾ പേറി നടക്കുന്നവർ ധാരാളമുണ്ട്. നമുക്ക് രസകരമായി ചില വാക്കുകളെക്കുറിച്ച് ആലോചിക്കാം. ഇപ്പോൾ ഈ പറയുന്ന പഴയ മൂല്യബോധമുള്ള ആളുകൾ എന്ന് ഞാൻ പറഞ്ഞ ഈ പഴമയുടെ ആളുകൾ, അവർ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ നേരെ. ഇപ്പം സ്ത്രീകൾക്ക് നേരെയാണ് ഈ പഴമയുടെ മൂല്യങ്ങളുടെ പ്രഹരങ്ങൾ ഏറെ അധികവും സ്ത്രീകളാണ് ഏറ്റുവാങ്ങേണ്ടി വരിക. അങ്ങനെ നാം പ്രയോഗിക്കുന്ന ചില പദങ്ങളാണ്: ആളൊരു തോന്നിയാസിയാണ്, തൻ്റേടിയാണ്, അഹംഭാവിയാണ് എന്നൊക്കെ. ഇത്തരം പ്രയോഗങ്ങൾ, ഇത്തരം വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്ന ഒരു ബോധമാണ്. അത് വേണ്ടതല്ലേ? ഞാൻ എന്നൊരു ബോധം ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളതാണ്. തൻ്റെ ഇടം എന്ന വാക്കിൻ്റെ അർത്ഥം തൻ്റേതായ ഇടം എന്നാണ്. നമ്മൾ സ്വതന്ത്ര ചിന്തയുള്ള പെൺകുട്ടികളൊക്കെ ഈ പഴയ മൂല്യബോധം പേറുന്നവർ പറയാറുണ്ട്, ആളൊരു തൻ്റേടിയാണ്. പുച്ഛത്തിലാണ് പറയാം. തൻ്റേതായ ഒരു ഇടമുള്ള ആൾ ആണ് ആ കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റേതായ ഒരു ഇടം അതൊരു വ്യക്തിക്ക് ആവശ്യമുള്ളതാണ്, അല്ലേ? അതുപോലെ മറ്റൊരു വാക്കാണ് തോന്നിവാസി. ഇപ്പോൾ വസിക്കുന്ന, തോന്നിയ വാസം എന്നാണ് തോന്നിയാസം ആവശ്യമാണ്. എനിക്ക് എൻ്റേതായ തൻ്റെ ഇടം തന്നെയാണ് അതും തോന്നിവാസം. എനിക്ക് എൻ്റേതായൊരു ഇടം, ഒരു സ്ഥലം ആവശ്യമാണ്. അപ്പോൾ തോന്നിയാസി. അപ്പോൾ തൻ്റേടി, അഹംഭാവി, തോന്നിയാസി തുടങ്ങിയ വാക്കുകളൊക്കെ ഒരു വ്യക്തി, അതാണാവട്ടെ പെണ്ണാവട്ടെ, ഞാൻ സ്വതന്ത്രനാണ് എന്ന് ആ വ്യക്തി എപ്പോഴാണോ തൻ്റെ പ്രവൃത്തികളിലൂടെ, ചിന്തകളിലൂടെ വ്യക്തമാക്കുന്നത്, അപ്പോൾ ആ കൂട്ടരെ, ഈ പഴയ മൂല്യബോധം പേറുന്നവർ പുച്ഛിച്ചുകൊണ്ട്, കളിയാക്കിക്കൊണ്ട് പറയുന്ന വാക്കുകളാണ് ഇതൊക്കെ. അതൊക്കെ സത്യത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ പോസിറ്റീവാണ്, മനുഷ്യർക്ക് ആവശ്യവുമാണ്. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ടി.എസ്. തിരുമുമ്പ് എന്ന് പറയുന്നൊരു കവിയുടെ ഒരു 4 വരി ഓർമ്മ വരികയാണ്. ആ വരികൾ ഇങ്ങനെയാണ്: തല നരയ്ക്ക
ക്കുന്നതല്ലെൻ്റെ വാർദ്ധക്യം, തല നരയ്ക്കാത്തതല്ലെൻ്റെ യൗവനം, കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണെൻ്റെ യൗവനം എന്നാണ് ആ 4 വരി. ആ 4 വരി ഇത് കേൾക്കുന്നവരൊന്ന് വീണ്ടും ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾ പുതിയ മൂല്യബോധമുള്ള, ജനാധിപത്യബോധമുള്ള, പൗരബോധമുള്ള മനുഷ്യരായി മാറേണ്ടതുണ്ട്. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ കടിഞ്ഞാണിടാതെ, പഴയ മൂല്യബോധവും പേറി പഴഞ്ചനാവാതെ യുവാക്കളായി മാറുകയാണ് നാം ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നന്ദി.